നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകൾ പിടിച്ചുവെച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് രാഷ്ട്രപതിക്കും സമയപരിധി നിർദ്ദേശിച്ചത്. എന്നാൽ സുപ്രീം കോടതി അധികാരപരിധി ലംഘിച്ചുവെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. ഭരണഘടന മാറ്റാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണെന്നും 2 ജഡ്ജിമാർക്കിരുന്ന് ഇത് മാറ്റിയെഴുതാനുള്ള അധികാരമില്ലെന്നും രാജേന്ദ്ര അർലേക്കർ വിമർശിച്ചു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി തമിഴ്നാട് സർക്കാർ. ഗവർണറുടെ അനുമതിയില്ലാതെ 10 ബില്ലുകൾ നിയമമാക്കി. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഈ ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത്. സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതുവരെ കാത്തിരുന്ന സർക്കാർ ഇന്ന് പുലർച്ചെയോടെ വിധി അപ്ലോഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം നിയമമായി എന്ന് അറിയിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകണമായിരുന്നു എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വിധിയുടെ അന്തസത്ത ഉൾക്കൊള്ളാനുള്ള തിരിച്ചറിവാണ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാകേണ്ടതെന്നും കേരള ഗവർണർ അത് ഉൾക്കൊള്ളുന്നില്ലെന്ന് മനസ്സിലാക്കുന്നുവെന്നും MA ബേബി പറഞ്ഞു. സുപ്രീം കോടതി വിധി രാഷ്ട്രപതി അടക്കം എല്ലാവരും അംഗീകരിക്കേണ്ടതാണെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൻ്റെ പ്രാരംഭ നിർമ്മാണ നടപടികൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തുടങ്ങി. എസ്റ്റേറ്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്തതിന് പിന്നാലെ നിലമൊരുക്കുന്ന നടപടികളാണ് ഊരാളുങ്കൽ തുടങ്ങിയത്. എന്നാൽ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ നൽകാതെ തങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ നിർമ്മാണ സ്ഥലത്ത് പ്രതിഷേധിച്ചു. നാളെ മുതൽ നിർമ്മാണം തടയുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന മുസ്ലിം ലീഗിനെതിരാണെന്ന പിണറായി വിജയൻ്റെ പ്രതികരണത്തിനെതിരെ PK കുഞ്ഞാലിക്കുട്ടി. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആര് പറഞ്ഞാലും അംഗീകരിക്കില്ലെന്നും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ന്യായീകരിക്കുന്നത് തെങ്ങിൽ തേങ്ങ കക്കാൻ കയറി പിടിക്കപ്പെട്ടാൽ അപ്പുറത്തെ പറമ്പിലെ കുറുന്തോട്ടി നോക്കിയതാണെന്ന് പറഞ്ഞ പോലെയാണെന്നും ലീഗിൻ്റെ മതേതരത്വം വെളിപ്പെടാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹെഡ് ഗവാർ പേരിടൽ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ ഭീഷണിക്ക് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കാൽ വെട്ടിക്കളിയുമെന്നാണ് ഭീഷണികൾ. കാൽ ഉള്ളിടത്തോളം കാൽ കുത്തിക്കൊണ്ട് തന്നെ RSSനെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് RSSനെതിരെ സംസാരിക്കുമെന്നും MLA വ്യക്തമാക്കി. RSS നേതാക്കളെ അവഹേളിച്ചാൽ MLAയെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു BJPയുടെ ഭീഷണി. വീണ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ടെന്നും കേസ് കൈകാര്യം ചെയ്യാൻ വീണയ്ക്ക് അറിയാമെന്നും മന്ത്രി ശിവൻകുട്ടി. കേസിന് പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്നും പൂർണ്ണ പിന്തുണ LDF പിണറായിക്ക് നൽകിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതു മുന്നണി യോഗത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി താഴെത്തുടിയിൽ ആദിവാസികൾക്കായി നടപ്പാക്കിയ സോളാർ വിൻഡ് ഹൈബ്രിഡ് പദ്ധതിയിൽ ക്രമക്കേടെന്ന് EC. 1,43,38,800 രൂപയ്ക്കാണ് തെലുങ്കാന ആസ്ഥാനമായ കമ്പനിക്ക് അനർട്ട് വഴി പദ്ധതി കരാർ നൽകിയത്. 2 കമ്പനികൾ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അതിൽ ഒരു കമ്പനിയെ സാങ്കേതിക അയോഗ്യരാക്കി. വീണ്ടും ടെൻഡർ വിളിക്കുന്നതിനു പകരം തെലുങ്കാന ആസ്ഥാനമായ കമ്പനിക്ക് നൽകിയത് ചട്ടവിരുദ്ധമെന്നാണ് ECയുടെ കണ്ടെത്തൽ. ശാസ്ത്രീയ പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സദസ്സിൽ ആളില്ലാത്തതിനാൽ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. വടകര ജില്ലാ ആശുപത്രി ഫേസ് 2 സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പൊതുവെ വടകരയിലെ പരിപാടികൾ ഇങ്ങനെയല്ലെന്നും നല്ല ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ടെന്നും ഔചിത്യബോധം കാരണം താൻ മറ്റൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സദസ്സിൽ ആളുകൾ എത്തുന്നതുവരെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങാതെ കാത്തിരുന്നു. സദസ്സിൽ ആളില്ലാത്തതിനാൽ 11 മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് 11:35 മുഖ്യമന്ത്രി എത്തി. തിങ്ങി ഇരിക്കേണ്ട എന്ന് കരുതി കാണും. എന്നും വെയിലും ചൂടും ആയതുകൊണ്ട് ആളുകൾക്ക് വിസ്താരത്തോടെ ഇരിക്കാൻ സംഘാടകർ സൗകര്യമൊരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ NIA കൊച്ചിയിലെത്തിച്ച് തെളിവെടുക്കും.
കൊച്ചിയിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ്. റാണ തൊഴിൽ നൽകിയതായാണ് സൂചന. കൊച്ചിയിൽ റാണയെ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെയും റാണയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം. നാസയുടെ ആകെ ബജറ്റിന്റെ 20% വെട്ടിക്കുറക്കാനും പ്രധാന നാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ മൊത്തം ശാസ്ത്ര പദ്ധതികൾക്കുള്ള ബജറ്റിൽ 49% വെട്ടിച്ചുരുക്കലുണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ലോകത്തെ ശാസ്ത്ര ഗവേഷണത്തെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്നതാകും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭരണപരിഷ്കാരമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ശാസ്ത്രജ്ഞന്മാരടക്കം 10,000-ലധികം പേർക്ക് തൊഴിൽ നഷ്ടമാകുന്ന നാസയുടെ ചിറകരിയുന്ന ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കൻ കോൺഗ്രസ് തടയിടുമെന്നാണ് പ്രതീക്ഷ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനൊരുങ്ങിയ കോൺഗ്രസ്. കോഴിക്കോട് നടന്ന ചർച്ചയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരും സജീവ പരിഗണനയിലാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയുടെ ഭാഗമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ പിന്തുണ UDF ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PV അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് UDF സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം UDFനൊപ്പം ഉണ്ടാകുമെന്നും പാലക്കാട് തോൽവിയിൽ നിന്ന് CPM പാഠം പഠിച്ചിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും UDF അതിനെ എതിർക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് ആലപ്പുഴയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ചെയ്തതെന്നും അമിത്ഷായും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും VD സതീശൻ ചോദിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM പ്രാദേശിക നേതാവ് PK ദിവാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് വടകരയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി പ്രവർത്തകർ ബഹിഷ്കരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ആള് കുറഞ്ഞതിനാൽ മുഖ്യമന്ത്രി വേദിയിൽ തന്നെ വിമർശനം ഉയർത്തിയിരുന്നു. കൃത്യസമയത്ത് പരിപാടികൾക്കെത്തുന്ന മുഖ്യമന്ത്രി വേദിയിലെത്താതെ അരമണിക്കൂർ കാത്തിരുന്നിട്ടും സദസ്സ് നിറഞ്ഞില്ല. 2 മാസം മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് വടകരയിൽ നിന്നുള്ള PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റിയത്. വീണ വിജയനെതിരായ കേസ് പ്രതിരോധിക്കേണ്ട ബാധ്യത ഇടതുമുന്നണിക്കില്ലെന്ന പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൻ്റെ വാക്കുകൾ വളച്ചെടുക്കുകയായിരുന്നുവെന്നും വീണയുടെ കാര്യം വീണ നോക്കിക്കൊള്ളുമെന്നാണ് താൻ പറഞ്ഞതെന്നും അതുതന്നെയാണ് ശിവൻകുട്ടി പറയുന്നതെന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് വലുതാക്കേണ്ടെന്നും വീണയ്ക്ക് അത് ഒരു കമ്പനി നടത്താനും നിയമ നടപടി സ്വീകരിക്കാനും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് രൂപത ഇനി അതിരൂപത. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ വത്തിക്കാൻ ആർച്ച് ബിഷപ്പായി ഉയർത്തി. ഇതോടെ മലബാർ മേഖലയിലെ ആദ്യ ലത്തീൻ അതിരൂപതയായി മാറുകയാണ് കോഴിക്കോട് അതിരൂപത. സുൽത്താൻപേട്ട്, കണ്ണൂർ എന്നീ രൂപതകളാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ വരുന്നത്. കോഴിക്കോടും വത്തിക്കാനിലും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനങ്ങൾ. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. ലോഹഭാഗം എടുത്തു മാറ്റാതെ യുവാവിൻ്റെ കാലിലെ മുറിവ് തുന്നിക്കെട്ടിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇടിവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജയുടെ കാലിലെ മുറിവാണ് തുന്നിക്കെട്ടിയത്. പരാതി കിട്ടിയെങ്കിലും ആശുപത്രിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്ന നിലപാടിലാണ് സൂപ്രണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.